അതിൻ്റെ എക്സ്ട്രീമിലേക്ക് നിങ്ങൾ പോകണ്ട, തമാശ ആയിട്ട് മാത്രം കണ്ടാൽ മതി. എന്നാൽ അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നു എങ്കിൽ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അത് വിട്ടുകളയുക. ആ നർമ്മരസത്തിലെടുത്ത് മറന്ന് കളഞ്ഞു പോവുക. വണക്കം എല്ലാവർക്കും. ഈ കൂടിയുറങ്ങിന് സ്വാഗതം. സിറിയയിൽ 10,000 പേര് മരിച്ചു, ഇസ്രയേലിൽ 10,000 പേര് മരിച്ചു, ഇറാഖിൽ 5,000 പേര്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഭാഗ്യം കൊണ്ട്. ആൽഫ 7-ൽ പുതിയൊരു യുവതാരം യമഹ ഐഡൻബർഗ് ഇന്നലെ നടക്കാനുള്ള തമിഴ്നാട്ടിലിരിക്കുന്ന കാളവണ്ടി മത്സരത്തിൽ 1ാം സ്ഥാനം 1ാം കാള, 2ാം സ്ഥാനം 2ാം കാള, 3ാം സ്ഥാനം 3ാം കാള. ഇപ്പോൾ അല്പനേരത്തെ ചിന്തയ്ക്കായി നമ്മളെ പ്രിയപ്പെട്ട ആനന്ദൻ ചായൻ സംസാരിക്കുകയാണെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പുകൾ പിരിഞ്ഞു പോകും. നമ്മൾ കൂടി വരുമ്പോഴൊക്കെ പല കൂടിവരവുകളിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്ന് നാം തന്നെ ചിന്തിക്കേണ്ടതാണ്. കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ധാരാളമായി കൊടുത്താൽ ധാരാളമായി ലഭിക്കും. 2 കൊരിന്ത്യർ 8:4 പറയുന്നു, പ്രാപ്തി പോലെയും പ്രാപ്തിക്കും മീതെയും കൊടുക്കണം. നമുക്ക് അതിന് പ്രതിഫലമുണ്ട്. സ്വമേധയായി കൊടുക്കണം. നമ്മൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രേരണയാലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലോ അല്ല കൊടുക്കേണ്ടത്. നമ്മൾ ഒരുക്കത്തോടെ, വളരെ സന്തോഷത്തോടെ, ഉദാരമായിട്ട് കൊടുക്കുവാൻ നാം ഒരുങ്ങി വരേണ്ടതാണ്. മാത്രമല്ല, നമ്മുടെ ഇടയിൽ വീടുകളില്ലാത്തവരുണ്ട്. നമ്മളൊക്കെ വലിയ വലിയ വീടുകളിൽ താമസിക്കുമ്പോൾ ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന അനേകരുണ്ട്. അവർക്കൊരു വീട് വെച്ച് കൊടുക്കുവാൻ നമ്മളാലാകുന്ന കൈസഹായം നമ്മൾ ചെയ്യണം. സഭാഹോളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഒരു കൂടിവരവിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് നമ്മളാലാകുന്ന നമ്മുടെ ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച് നാം അത് ചെയ്യേണ്ടതാണ്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മളാൽ കഴിയുമെങ്കിൽ അവർക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ആരോടെങ്കിലുമൊക്കെ ജോലി അന്വേഷിച്ച്, അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വഴിയൊക്കെ ജോലി നാം തയ്യാറാക്കി കൊടുക്കുന്നുവെങ്കിൽ അതും ഏറ്റവും നല്ല ഒരു കാര്യമാണ്. മാത്രവുമല്ല, പല സന്ദർശകരായിട്ടുള്ള സുവിശേഷകന്മാരും പലരും ഒക്കെ ഈ ദേശത്ത് കടന്നു വരാറുണ്ട്. നമ്മൾ അവരെ നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിച്ച് അവർക്ക് അതിഥി സൽക്കാരം ചെയ്ത് അവരെ പരിചരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ദൗത്യമാണ്. അതിഥി സൽക്കാരം മറന്നു പോകരുത്. മറ്റുള്ളവരുടെ മുട്ടുകൾ തീർക്കുവാൻ ഇതെല്ലാം നാം ചെയ്യേണ്ടതാണ്. അതിലൂടെ നാം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകുവാൻ വലിയവനായവൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നല്ല മെസ്സേജ്, നല്ല ടച്ചിങ് ആയിരുന്നു. നല്ല അവതരണമൊക്കെ നന്നായിരുന്നു കേട്ടോ. ഓക്കെ കേട്ടോ. എന്താ മെസ്സേജ് എങ്ങനെ? സദ്യ കൊണ്ട് പ്രതീതിയുണ്ട്. എനിക്ക് കുറെ നാളായിട്ട് ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ തികട്ടി വരികയായിരുന്നു. ആളങ്ങ് സുന്ദരനായല്ലോ. പേരങ്ങനെയല്ലേ. ഒരു ചെറിയ കാര്യം പറയാൻ വന്നതാ. എന്താണാവോ? ഇതൊരു ലെറ്ററാ. എന്തെന്ന് ലെറ്റർ? പറഞ്ഞേക്ക്. എന്തെന്ന്? നമ്മുടെ സഹോദരൻ, ഒരു പാവപ്പെട്ട സഹോദരൻ. അദ്ദേഹത്തിന് വീടില്ല. ഓക്കെ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പ്ലാൻ ചെയ്തു, പൈസയൊക്കെ ഫണ്ട് ചെയ്ത് ഒരു വീട് അദ്ദേഹത്തിന് വെച്ചു കൊടുക്കണം. അപ്പൊ കേക്ക് ആദ്യമായിട്ട് വന്ന ഞങ്ങളുടെ മനസ്സിൽ വന്നത് ആനന്ദേട്ടനാ. ഒന്നല്ല 10 വീട് ആനന്ദേട്ടനെ വെച്ചു കൊടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട് ഇവിടെ അല്ല,
നമ്മുടെ വീട് സ്വർഗത്തിലാണ്. നമ്മളിവിടെ നിത്യമായിട്ടുള്ളൊരു വാസസ്ഥലം നമുക്കിവിടെ ഇല്ല. നമ്മളിവിടെ പരദേശികളാ. ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. വിഷമം തോന്നരുതിട്ടാ. ഇല്ല. അപ്പൊ ഇന്നാളെ പണം തീർത്ത 1 കോടി വീടൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാത്? അത് ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയ കാശും കൊണ്ട് പണിതാ. നിങ്ങളുടെ ഓശാരായിട്ടും ഞാൻ നിങ്ങളുടെ പറഞ്ഞ കാര്യം ബന്ധുവിലെ കാര്യമല്ല. പറഞ്ഞതൊക്കെ പിള്ളേർക്ക് മറ്റുള്ളവർ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. ഞാൻ പിടിക്കില്ല. ഒരു കാര്യം പറയട്ടെ? ഞാൻ തരില്ല. ഒരു കാര്യം പറയട്ടെ? ഒരു കാര്യം പറയട്ടെ? ക്ഷമിക്ക്. ഈ വീട് പണി കഴിഞ്ഞാണ്ടല്ലോ നമ്മള് പേര് എഴുതുക അവിടെ. എന്തോന്ന്? ആ വീടിന്റെ മുകളിൽ എന്താ അറിയാമോ? ആനന്ദ ഭവൻ. വേണ്ട വേണ്ട വേണ്ട, ഇതൊന്നും വേണ്ട. നമ്മളിതൊക്കെ കുറെ കണ്ടതാ. വേണ്ട വേണ്ട. ഓരോരുത്തരും ഓരോന്നും കൊണ്ട് പോകുന്നുള്ളൂ. കിട്ടി. അയ്യോ ഒന്നും പറയണ്ട. അതെ, എന്നാ ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഒരു കാര്യം പറയാനായിരുന്നു. ആനന്ദച്ചായ, എന്തുണ്ട്? നല്ല മെസ്സേജ് ആയിരുന്നു കേട്ടോ. അതിഥി സൽക്കാരത്തെ കുറിച്ചൊക്കെ ഇത്ര നല്ലതായിട്ട് പറഞ്ഞു കേൾക്കാന്ന് പറഞ്ഞാൽ ആനന്ദച്ചായൻ ഇതുപോലൊക്കെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമുക്ക് ആകുന്നതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ ഇത്ര നാൾ കാണാത്ത ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഓർത്ത് പെട്ടെന്ന് ഇദ്ദേഹത്തെ അറിയോ? ഇത് നമ്മുടെ ഇവിടുന്ന് തന്നെ അവിടെയുള്ള സഹോദരനല്ലേ? തോപ്രാംകുടിയിലെ. അദ്ദേഹം അടുത്ത ആഴ്ച വരുന്നുണ്ട്, 2 ആഴ്ചത്തേന്. നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് താമസിപ്പിക്കാൻ നമ്മുടെ വീട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല. അത്രയും വലിയ വീടുണ്ടായിട്ട് എന്താണ് ചായ? നമ്മുടെ വീട്ടിലൊക്കെ അവരൊന്നും പറ്റില്ല. അത് നമുക്ക് പറ്റില്ല. നമ്മുടെ ഒരാഴ്ച താമസിച്ചാൽ ഒരാഴ്ച നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അവരും അറിയില്ലേ? നമ്മുടെ വീട്ടിൽ പറ്റില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. എന്തെന്ന്? ഒരു നേരത്തെ ആഹാരത്തിനൊന്ന് ക്ഷണിക്കുവാണെങ്കിൽ. അതൊക്കെ അവർ വന്നു കഴിഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യണം, അത് അടിച്ചു വാരണം, അത് താഴെ ഇട്ട് ഇത് താഴെ ഇട്ട് അത് തുടയ്ക്കാനും പിടിക്കാനും ഒന്നും നമുക്ക് പറ്റില്ല. അങ്ങനെ അല്ലല്ലോ ഇപ്പൊ പറഞ്ഞത്. അതിഥി സൽക്കാരത്തെ കുറിച്ചൊക്കെ വളരെ വാദപരതകളാണ് ഇപ്പൊ സംസാരിച്ചത്. എന്റെ മാഷേ, നിങ്ങൾക്ക് എന്തറിയാ? അത് നമ്മളിങ്ങനെ പറയണമെന്നുള്ളത് മറ്റുള്ളവർ ഇരിക്കില്ലേ? അവരിൽ ആരെങ്കിലും ചെയ്യൂലേ? ഇത് നിങ്ങൾ ആരും ചെയ്തില്ലെങ്കിൽ വന്നിട്ട് എന്നോട് പറയാം, ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് പോകാൻ. വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അത് മാത്രം നടക്കുള്ളൂ. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും ഒരു നേരത്തെ, അതും കൂടുതലൊന്നും എന്നോട് പറയരുത്. ആരും ഇല്ലെങ്കിൽ എല്ലാവരോടും ചോദിച്ചിട്ട് മതി. എന്റെ ചങ്ങാതി മാറ്റമില്ല കേട്ടോ. എല്ലാം കിട്ടിയാ? അത്യാവശ്യം. നിങ്ങൾക്കൊന്ന് ഇവരെ ഡീൽ ചെയ്യാൻ അറിഞ്ഞൂടാ. നിങ്ങൾ വെറുതെ പോയി എന്തെങ്കിലും പറഞ്ഞ എന്നെ കണ്ടുപിടി. എങ്ങനെ ഒരാളെ ഏത് പിശുക്കിനെ വീഴ്ത്തുന്ന നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതിൽ സാധനം. ശരി ശരി, ഓക്കെ. ആനന്ദല്ലേ പേര്? ഓക്കെ. ആനന്ദച്ചായ, അച്ചായനെ കാണുമ്പോ എനിക്ക് ചിരി വരും. അച്ചായന്റെ തമാശ പറഞ്ഞത് ഓർത്തോർത്ത് ഞാൻ പല രാത്രികളിൽ ചിരിച്ചിട്ടുണ്ട്. അച്ചായൻ അന്യായ തമാശക്കാരനല്ലേ? അപ്പൊ ഞാനിത് ഇങ്ങനെ ഓർക്കും. ഇപ്പൊ ഈയിടെയായിട്ട് കുറച്ച് മിനുങ്ങിയിട്ടുണ്ടല്ലോ, നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അച്ഛാ, ഞാൻ വന്ന് തെളിച്ച് ആ കാര്യം അങ്ങ് പറയാം. നമ്മുടെ നാട്, അതായത് കൊഴിഞ്ഞാമ്പാറ കോക്കണഞ്ചേരി അസംബ്ലി അറിയാലോ? കോക്കണഞ്ചേരി അസംബ്ലി അത് നമുക്കറിയാം. ഇപ്പൊ 100 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ. അതിനവിടെ 50 പേരല്ലേ ഉള്ളൂ. 50 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുമ്പോൾ ഒരു 100. അത് നമുക്ക് 100 പേര് പോരാ, അതൊരു 200 പേരെ ആക്കണം. എങ്ങനെ 200 പേര് ഇരിക്കാനുള്ളത് 50 പേരേ ഉള്ളൂ. ഇനി 200 പേരെ 200 പേർക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ്, ഒരു മച്ചിപ്ലാവ്, ഒരു പോർട്ടിക്കോവ്, ഒരു കാർ പോർച്ച്, AC, കണസ എല്ലാ സാധനം വേണം. നല്ല കാര്യം. അപ്പൊ അതിന് വേണ്ട എന്നാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സ്കെച്ചും പ്ലാനൊക്കെ കണ്ടോ? നല്ല ഭംഗിയായിട്ടുള്ള സ്കെച്ചും പ്ലാനൊക്കെ റെഡി. നല്ല മനോഹരമായിരിക്കും. മറ്റേ അശോകം വരച്ച. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ ഇതിന് ഒരു ബഡ്ജറ്റ് ഞങ്ങൾ തയ്യാറാക്കി. 1 കോടി രൂപയുടെ. 1 കോടി രൂപയോ? 1 കോടി രൂപയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലേബർ കോസ്റ്റ് ഒക്കെ വെച്ചാൽ അത്രയും വലിയ പാകമുള്ളവരുണ്ടോ? പാകം എന്ന് പറഞ്ഞാൽ അതിലേക്കാ വരണേ. കം ടു ദ പോയിന്റ്. അതായത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് 1 ലക്ഷം രൂപ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ കൂടി 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. ബാക്കി 99 ലക്ഷം രൂപയുണ്ട്. അത് ആനന്ദേട്ടൻ തന്നെ. ഞാനോ? 99 ലക്ഷം രൂപയാ? 99 ലക്ഷമല്ലേ ഉള്ളൂ. ആനന്ദേട്ടൻ വിചാരിച്ചാൽ പറ്റാത്ത കാര്യമുണ്ടോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല? ഇത് നിങ്ങൾ ഈ എല്ലാ ദിവസവും ഓരോരുത്തർ മാറി മാറി ഓരോരോ നോട്ടീസും ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കരുത്. കൈ ചൂണ്ടി സംസാരിക്കരുത്. കൈ ചൂണ്ടി എന്താ കണ്ണിക്കൊള്ളും. അത് പറഞ്ഞോട്ടെ. നീങ്ങിന്നോ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛൻ ഈ ഇത് കാണിച്ച പറയരുത്. ഈ 99 ലക്ഷം രൂപ അച്ഛനെ എഴുതണം. ഇതാ ഇതിൽ പേരെഴുതും. ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് വേണ്ട, തരില്ല എന്ന്. അത് 50 പേര് ഇരിക്കാവുന്നിടത്ത് 100 പേർക്കുള്ളത് പോരാ, 200 പേരുടെ നിങ്ങൾ കൊണ്ടുപോ. നിങ്ങളത് ചുരുട്ടി എറിഞ്ഞില്ലേ? അല്ല പിന്നെ ചുരുട്ടി എറിയാൻ നിങ്ങളെ ചുരുട്ടി എറിയാൻ പറ്റില്ലല്ലോ. അല്ല, പേപ്പർ നിങ്ങൾ ചുരുട്ടി എറിയൂലേ? അതെ. ഇനി ഞാൻ ഇത് വിടർത്താൻ ഒത്തിരി പാട് കൊടുക്കൂലേ? വേറെ എല്ലാവർക്കും കൊടുക്കും. ശരിയായിടാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ശങ്കരൻ ഇപ്പോഴും കോക്കനട്ട് ട്രീ തന്നെയാ. നല്ല ഡീലിംഗ് ആയിരുന്നല്ലോ. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നല്ല ഡീലിംഗ്. അതാണ്
എന്തുണ്ട്? ലക്ഷ്മണന്റെ ജോലിയൊക്കെ എന്തായി? ജോലിക്ക് ഓൾമോസ്റ്റ് റെഡിയായി. ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. കലവാണി എന്ന് പറഞ്ഞ് കമ്പനി കേട്ടിട്ടുണ്ടോ? കലവാണി എനിക്കറിയാം. അവിടുത്തെ പ്രസാദ് എന്ന് പറഞ്ഞ ഒരു മാനേജർ ഉണ്ട്. അതെ അതെ അതെ, പ്രസാദ് അറിയോ? പ്രസാദ് ഞാനും കൂട്ടല്ലേ? എന്നാ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, ഞാനത് വിളിച്ചു പറഞ്ഞോളാം. ഞാൻ വിളിച്ചു പറയാം. ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ്. അതെ അതെ, ഓക്കെ ഓക്കെ, ഞാൻ ഓക്കെ ഓക്കെ, അത് ഞാൻ ശരിയാക്കാം. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, പ്രസാദ് അല്ലേ കലവാണിയിലത്തെ? പ്രസാദ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? പിന്നെ നമ്മുടെ ഒരു പയ്യൻ ഇന്ന് അവിടെ ഒരു ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായി, അറിയാമോ? ലക്ഷ്മൺ. അത് ആളത്ര ശരിയില്ല കേട്ടോ. ആള് അത്ര അങ്ങോട്ട് ക്ലിയറായിട്ട് നമ്മുടെ പണിക്ക് പറ്റുമെന്ന് തോന്നണില്ല. അപ്പം അതുകൊണ്ട് പറ്റുമെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. പുള്ളി എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ അപ്പം തന്നെ പ്രസാദിനെ ഓർത്തേ. അപ്പം നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് കാരണം കൊണ്ട് നമ്മൾ പറയാതിരുന്നാലേ പിന്നെ അത് പ്രസാദ് പറയുക, എന്നാലും അറിഞ്ഞിട്ട് ആനന്ദേട്ടൻ എന്താ പറയാതിരുന്നതെന്ന് ചോദിക്കില്ലെന്ന് ചോദിച്ചിട്ടാ. ഒഴിവാക്കാന്നാ? ഓക്കെ, അതാ നല്ലത്, ഒഴിവാക്കിക്കോ. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് പിന്നെ അത് വേറെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ പുള്ളിനെ ജോലിക്ക് എടുത്താൽ പുള്ളി ഈ പള്ളിയിൽ ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് വന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജും ട്രാൻസ്ലേഷനും ഒക്കെ ഉള്ളപ്പോഴേ പുള്ളി വരുള്ളൂ. എന്നാൽ തന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് എടുക്കേണ്ട സമയമാകുമ്പോഴേ പുള്ളി ചിലപ്പോൾ എന്നും വന്നിരിക്കില്ല. അപ്പോൾ അങ്ങോട്ട് ഒഴിവാക്കിക്കോ കേട്ടോ. ഞാൻ പുള്ളിയോട് ഞാൻ പറഞ്ഞേക്കാം, പുള്ളി വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറയാം പ്രസാദ് വിളിക്കുമെന്ന് പറഞ്ഞേക്കാം കേട്ടോ. ശരി, അപ്പോൾ അത് ഒഴിവാക്കിയാണത് നല്ലത് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇന്നത്തെ കുടിവരവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് വേണ്ടി എടുക്കുന്നത് പ്രിയ സുദർശനായിരിക്കും. സുദർശൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ വിധവയുടെ മാവും എണ്ണയും. അല്ല, എണ്ണയും പറയുന്നതിന് മുമ്പ് അർത്ഥം പറഞ്ഞില്ലല്ലോ. എന്തിൻ്റെ? നമ്മുടെ പാട്ടിന്റെ അർത്ഥം. അതൊരു നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണല്ലോ പാട്ടിന്റെ അർത്ഥം പറയാന്നുള്ളത്. ഇപ്പൊ പാടിയ പാട്ടിന്റെ അത് നമ്മുടെ മഹാകവി എഴുതിയ പാട്ടല്ലേ? ആ പാട്ട് എങ്ങനെയാണ്? ഒന്ന് ചേർന്ന് പോയിടാം, സ്കൂളിൽ പോയിടാം, ഭംഗിയായി പഠിച്ചിടാം. എന്താണ് ആനന്ദേട്ട ഒന്ന് എന്ന് പറഞ്ഞാ? ഒന്ന് ചേർന്ന് പോയിടാം എന്ന് പറഞ്ഞാലോ? താറാവ് ആടൊക്കെ പോണ പോലെ ഒന്നിച്ച്. അങ്ങനെ. ഭംഗിയായി പഠിച്ചിടാം എന്ന് പറഞ്ഞാലോ? ഭംഗിയായി പഠിച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡറൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, കണ്ണെഴുതി, നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട്. അങ്ങനെയല്ല. പിന്നെ ഭംഗിയായി പഠിച്ചിടാം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചട്ടമായിട്ടും ഭംഗിയായിട്ടും ചിട്ടയായും പഠിക്കാം. ഭംഗിയായി പഠിച്ചിടാം. ഭംഗി. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് സാക്ഷ്യത്തിനുള്ള അവസരമാണ്. സാക്ഷ്യം പറയാൻ ആഗ്രഹമുള്ളവർ ഒട്ടും സമയം കളയാതെ വളരെ അത്യാവശ്യമായി സാക്ഷ്യം പറയേണ്ടവർ മുന്നോട്ട് വന്ന് സാക്ഷ്യം പറയുക. എൻ്റെ സഹോദരൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എല്ലാ ദിവസവും വന്നിട്ട് ഈ 20 മിനിറ്റ് നിങ്ങളുടെ ഈ പാട്ടിൻ്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഒന്ന് ചേർന്ന് പോയാലും രണ്ട് ചേർന്ന് പോയാലും ഉള്ളതൊക്കെ നിങ്ങൾ ഇത് വിളമ്പി 20 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ചുരുക്കി എന്ന് പറയണതിനാ? നിങ്ങളത് നിങ്ങളുടെ അങ്ങോട്ട് കുറച്ച് ചുരുക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് 20 മിനിറ്റ് സാക്ഷ്യം പറയാൻ കിട്ടില്ലേ? അപ്പം ഇനി സാക്ഷ്യത്തിനുള്ള അവസരമായിരിക്കും. അതിനുശേഷം പ്രിയ സുദർശനൻ വിധവയുടെ മാവും എണ്ണയും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ്സിൽ എടുക്കുന്നതാണ്. ഇപ്പോൾ സാക്ഷ്യത്തിനുള്ള മുന്നോട്ട് കടന്നു വരിക. വന്ദനം. വളരെ സമയം കുറവായതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി നിമിത്തം ആനന്ദം സ്റ്റൈലിൽ വലിച്ചു നീട്ടാതെ എൻ്റെ സാക്ഷ്യം പറയാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പഴയതൊക്കെ തന്നെ ഉള്ളൂ. അത് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഇതാണ് കുറിപ്പ്. ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. ഞാൻ ചോദിക്കുമ്പോൾ ബുക്കിൻ്റെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും പറയണം. ആദ്യത്തെ 5 ബുക്ക്. ആദ്യത്തെ 5 ബുക്ക്. ഓക്കെ, രണ്ടും പറയണേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഗോപ്യമായ പ്രമേയത്തിൻ്റെ സനാതന സത്യങ്ങളാണല്ലോ ഇന്ന് നാം വിവക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനേക പ്രിയപ്പെട്ടവർ ഇന്നത്തെ മെസ്സേജിനെ പറ്റി, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ മെസ്സേജിനെ പറ്റി വളരെ നല്ല അഭിപ്രായങ്ങൾ, റിവ്യൂ എന്നോട് പറയുകയുണ്ടായി. എന്നാൽ അതോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും അതിൽ ഉണ്ടായി. ചില ഭാഗത്ത് മാത്രം ഞാൻ ചോദ്യം ചോദിക്കുന്നു എന്നുള്ള ചില ക്രിറ്റിസിസം എനിക്ക് കേൾക്കുവാനായിട്ടിടയായതുകൊണ്ട് ഞാൻ ഇന്ന് ഈ 2 റോയിൽ, ഈ ഫ്രണ്ടിലെ ഈ 2 റോയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ചോദിക്കുകയാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഒരു ജനറലായിട്ടുള്ള ചോദ്യമാണ്. ആദ്യത്തെ 5 ബുക്കിൻ്റെ പേര് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും പറയണം. പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, പറയൂ. ജെനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ്, ഡ്യൂട്രോണമി. വെരി ഗുഡ്, വെരി ഗുഡ്. മലയാളത്തിലും പറയണം. മലയാളം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. വെരി ഗുഡ്. താങ്ക് യു. Sorry, I don't know your name. I forgot your name. My name is Lakshman. Oh, Lakshman. Yeah. സുനീത് പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ലക്ഷ്മണിന് മൈക്രോവേവ് ആണ് സമ്മാനം. മൈക്രോവേവോ ഇപ്പഴാ സമ്മാനം? ഇതിപ്പോ ഭയങ്കരമായില്ലോ. ഇപ്പൊ വന്ന് ചോക്ലേറ്റ് കൊടുത്തോണ്ടിരുന്നിടത്തുനിന്ന് ഇപ്പൊ മൈക്രോവേവോ? അല്ല, അങ്ങനെ പറയരുത് ആനന്ദേട്ടാ. അതായത് നമ്മൾ അംഗം വെട്ടണ നാട്ടിലെ അച്ചായൻ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ചില സമ്മാനമൊക്കെ വെച്ച്. അപ്പൊ അവരുടെ കട്ടയ്ക്ക് നിൽക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് മൈക്രോവേവ്, അടുത്തവണ TV, ഫ്രിഡ്ജ്, അങ്ങനെ പലതും വരും. അപ്പൊ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്കോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസിൻ്റെ ഇതിവൃത്തം ഇവിടെ ഓർപ്പിച്ചതുപോലെ വിധവയുടെ എണ്ണയും മാവും എന്നുള്ള വിഷയമാണല്ലോ. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ നാവിൻ്റെ രസമുകളത്തിൽ ഇത് ഒന്ന് രുചി നോക്കുവാനായിട്ട് ഞാൻ തരട്ടെ. എങ്ങനെയാണ്? നല്ലതാണ്. ഇതൊന്ന് പിടിക്കൂ. അപ്പോൾ ഒരു കാര്യം ക്ലിയറായി, ഇതാണ് ഫ്രഷ്, ഇത് 2 ആഴ്ച പഴക്കമുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്കൊന്ന് വിളിച്ച് പറയട്ടെ, കാരണം ഏതാ ഫ്രഷ് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. 2 പാത്രത്തിൽ വെച്ചിരുന്നത്, അപ്പോൾ ഫ്രഷ് ഏതാണെന്ന് മനസ്സിലായി. അപ്പോൾ ക്ലിയറായി. അപ്പോൾ ഇന്നത്തെ വിപുലമായ ക്ലാസ്, ആശയസമ്പുഷ്ടമായ ഈ മെസ്സേജ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഈ ക്ലാസ് ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി മൂലം ഇവിടെ തുടരുവാനായിട്ട് നിവൃത്തിയില്ല. അടുത്ത പ്രാവശ്യം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച മെസ്സേജിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. വളരെ ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, രുചികരമായ അനേക വിഭവങ്ങളുമായി ഞാൻ ഇനിയും വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ. താങ്ക് യു. മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. അയ്യോ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ ആനന്ദൻ ചേട്ടൻ മരിച്ചു. ആനന്ദ ചേട്ടൻ പോയി, അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. അത് ഇപ്പോൾ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയത്. അപ്പോൾ ആനന്ദേട്ടൻ മരിച്ചു.
അപ്പൊ പോയല്ലോ പുള്ളി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി വൃദ്ധസദനത്തിലുള്ള ഓൾഡ് ഏജ് ഹോമിലുള്ള താമസം. അപ്പോൾ 9 മണിക്ക് അവിടെ ഡോർ അടയ്ക്കും. അതിന് മുമ്പായിട്ട് പുള്ളി പോവാൻ നോക്കിയതാണ്. അപ്പോൾ എന്തോ പ്രശ്നം വന്നപ്പോൾ ഇപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ട് വന്നതായിരിക്കാം. ഹോസ്പിറ്റലിലാണല്ലോ ഇപ്പോൾ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ അമ്മയപ്പന്മാര് അവരെ നോക്കാനായിട്ട് പിള്ളേർക്ക് സമയമില്ല. ഇവരിപ്പോൾ ഇയാൾക്ക് എല്ലാം ഉണ്ട്, ഇഷ്ടംമാതിരി പൈസ ഉണ്ട്. പക്ഷേ മക്കളൊക്കെ വിദേശത്താണ്. ഇയാൾ വീട് റെന്റിന് കൊടുത്തിട്ട് പോയി പിശുക്കനായിട്ട് അവിടെ പോയി കിടക്കുക. ആ പൈസ കൂടെ മേടിക്കുക. ഇപ്പോൾ ആള് പോയി. അപ്പോൾ ഇനി ഫ്യൂണറലിന്റെ കാര്യങ്ങൾ അതിന്റെ കാര്യം ഞാനുണ്ടല്ലോ, ഇവന്റ് മാനേജർ. അപ്പോൾ മഹേഷിനെ കാര്യം ചെയ്യും. മഹേഷാണുള്ളത് ഇവന്റ്സ് ചെയ്യാവുന്നത്. അപ്പോൾ അത് കൃത്യമായി ചെയ്യും. ഓക്കെ, നിങ്ങൾ കുറച്ച് പേരെ വിളിക്കാണ്ട്. അച്ഛൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഞാൻ വിളിച്ചിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് എപ്പോഴാണ് നടത്തേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ എല്ലാവരും അറിയിക്കും. തീർച്ചയായിട്ടും. അച്ഛൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് ഉണ്ടല്ലോ, പാപ്പി. Hello. Hi. Yes. Hi, Papyrus. Yes. Washington Papyrus speaking. Hi. Tell me. How are you? Oh yeah, all good. Yes. Tell me what. പാപ്പി ചേട്ടാ, ആക്ച്വലി ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. നമ്മുടെ ചായൻ്റെ സുഹൃത്ത്, നമ്മുടെ ആനന്ദച്ചായൻ ഇന്ന് വൈകുന്നേരം പെട്ടെന്നൊന്ന് ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ടായി. Oh yeah, good for him. Wait. What happened to him? It was sudden. Okay. ഇപ്പോൾ അവിടെ മോർച്ചറിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അടുത്ത സുഹൃത്തായതുകൊണ്ട്. What? My telephone bill. He is taking all the bill. $8,500, $7,20,586.250 paise. Where is it? He has taken it. No, that I will arrange. ഞാൻ വിളിക്കുന്നുണ്ട്, മോളെ വിളിക്കുന്നുണ്ട്. മോളിൽ പഴയ ആക്ച്വലി കുറേ ഇവൻസിൻ്റെ ഒക്കെ പൈസ തരാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ മോളെ ഒന്ന് വിളിക്കുമ്പോൾ അതുകൂടെ ചേർത്ത് ഞാൻ പറയാം. അപ്പോൾ വരുന്ന കാര്യം എങ്ങനെയാണ് ഒന്ന് പറയാണെന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ. No, all flights are booked. All flights are good. No. Wait, I'll come by DHL or Aramex fast track flight, air cargo. I'll arrive soon. ചൊവ്വാഴ്ച എത്തുവാണെങ്കിൽ ചൊവ്വാഴ്ച തന്നെ സെറ്റ് ചെയ്യട്ടെ. Yeah, sure. Okay. No problem. Okay. എന്നാ ഓക്കെ, വരുമ്പോൾ കാണാം. ഓക്കെ, ഞാൻ മോളെ വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പൈസയുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Bye. ഹലോ. ഹായ് ചന്ദ്രിക. ഹായ്, മഹേഷങ്കളാണോ? ചന്ദ്രിക, ഇത് മഹേഷ് ചേട്ടനാണ്. മഹേഷങ്കൾ കുറെ നാളായില്ല കണ്ടിട്ട്. കുറെ നാളായി. ഞാൻ യുഎസിലൊക്കെ വന്നിട്ട് പോയിട്ട് പിന്നെ കുറെ നാളായല്ലോ. അതെ, ഞാനിപ്പോ അസമയത്ത് വിളിച്ചതിന് ക്ഷമിക്കണം. ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്, നമ്മുടെ അച്ചായന്റെ കാര്യം പറയാനായിരുന്നു. അത്യാവശ്യ കാര്യം അവിടെ നിൽക്കട്ടെ. കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? മഴയൊക്കെ ഉണ്ടോ? ഞാൻ അത്യാവശ്യമായിട്ട് നമ്മുടെ അച്ചായന്റെ കാര്യം പറയാനാണ്. അച്ചായൻ പോയി. എന്നെ പപ്പയോ? അച്ചായൻ പോയി. അയ്യോ, എവിടെ പോയി? അല്ല, അങ്ങനല്ല, അച്ചായൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയി. ലോകത്തിൽ വിട്ടു? എങ്ങനെ സഹിക്കും അങ്കിൾ? ഞാനത് എങ്ങനെ സഹിക്കും? ദുഃഖം എനിക്ക് മനസ്സിലാവുന്നു. അപ്പൊ എങ്ങനെ ചന്ദ്രിക വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അയ്യോ, എങ്ങനെ വരാൻ? ത്രേസ്യാമ്മയാണെങ്കിൽ ഡ്യൂട്ടിയാണ്, പിന്നെ അൽഫോൻസാമ്മയാണെങ്കിൽ ഇന്ന് പ്രസവത്തിന് പോയിരിക്കുന്നു. ഞാൻ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വേണ്ടായോ മാനേജ് ചെയ്യാൻ? ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? ഇത് മഹേഷങ്ങളെല്ലാം ഒന്ന് മാനേജ് ചെയ്യാമോ? അങ്ങനെയാണ്, കുഴപ്പമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. അതിനനുസരിച്ചുള്ള ഞാൻ ക്യാഷിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ക്യാഷിന്റെ കാര്യം ഒന്നും ഒരു വിഷയമേ അല്ല. എത്രയോ ഡോളേഴ്സ് ഞാൻ തന്നിരിക്കുന്നു, ഇനിയും തരാൻ റെഡിയാണല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ ഒത്തിരി പൈസ ഉള്ളതല്ലേ, എത്ര വേണേലും തരാം. പക്ഷേ എല്ലാം ഭംഗിയായിരിക്കണം. എല്ലാം ഭംഗിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റവും ഒന്നിനും ഒരു കുറവും വരുത്തത്തില്ല. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ലൈവ് പോകുന്നുണ്ട്. അപ്പം ചന്ദ്രയുടെ ഒരു വീഡിയോ വെച്ച് തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ടെലികാസ്റ്റ് ചെയ്യാം. വീഡിയോ ഒക്കെ തരാമെന്ന് പറഞ്ഞു. ഇവിടെ 3 മണിയല്ലയോ, രാവിലെ 3 മണിയാണ്. ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഞാനാണെങ്കിൽ ബ്രഷ് ചെയ്തിട്ടില്ല, ഫേഷ്യൽ ചെയ്തിട്ടില്ല, മേക്കപ്പ് ചെയ്തിട്ടില്ല. അല്ല, നമുക്ക് സമയമുണ്ട്. 2 ദിവസം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം നാളെ ഫുൾ ഡേ ഇരുന്നിട്ട് അതെല്ലാം ചെയ്തിട്ട് അയച്ചാൽ മതി. തരാം. പക്ഷേ ഫ്യൂണറലിൽ കിടക്കണം, നാടൊക്കെ ഒന്ന് നടുങ്ങണം. ഇതുപോലൊരു ഫ്യൂണറൽ ആർക്കും ഇത് കിട്ടരുത് ഇനി. അതുപോലെ വേണം ചെയ്യാൻ. ഞാൻ ഏറ്റു. ഒരു കുറവും വരുത്തരുത്. ഞാൻ എല്ലാം അതുപോലെ കരയാനൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ വെക്കണം കേട്ടോ. കൂട്ടുകരച്ചില്, അനുസ്മരണം, കുറച്ച് വൃത്തിമനയുള്ളവരെ ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, താങ്ക് യു അങ്കിൾ. ഓക്കെ ചന്ദ്ര, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.
അച്ചായൻ പോയി. നമ്മൾ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുദർശൻ മഹേഷ് വേണമല്ലോ അതെല്ലാം ചെയ്യാനായിട്ട്. സുദർശൻ സാറിന് നമ്മുടെ ഇതിൻ്റെ അനുസ്മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ലീഡ് ചെയ്യാമോ? ഞാൻ എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഞാനത് ചെയ്യാം, കുഴപ്പമില്ല. എല്ലാ പരിപാടിക്കും സുദർശൻ സാറിനാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങളോട് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് പേര് ഒന്ന് കൊടുത്തോട്ടെ, സാറിനെ കൂടെ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ചാൻസ് കൂടി വേണം. തീർച്ചയായിട്ടും. Just to take the cash. Yes. Okay, we'll do. Okay. Yeah. End of the day. I will do. Okay, I'm already ചന്ദ്രയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ എല്ലാം കൂടെ കൊടുത്ത് നമുക്ക് ബില്ല് കൊടുക്കാം. Okay. Be there. ഞാൻ ലീഡ് ചെയ്തോളൂ. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മളിവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പ്രിയങ്കരനായ ആനന്ദച്ചായൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമുക്കേവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ആനന്ദേട്ടൻ പതിവ് പോലെ ഇന്നലെയും മാനം ചെഞ്ചായം പൂശി, പൂമരച്ചില്ലകളിൽ രാക്കിളികൾ പാട്ടുപാടി, ഇരുട്ടിൻ്റെ വിഹായസിലേക്ക് ചിറകെട്ടടിച്ച് കടവാവലുകൾ പറന്നുപോയി. രാത്രിമഴ ബാക്കി വെച്ച ജലഗണങ്ങൾ പച്ചിലത്തുമ്പിൽ നിന്നും ഇറ്റിറ്റ് വീഴുമ്പോൾ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ അവയെ വൈഡൂര്യ ബിന്ദുക്കളാക്കി മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ആനന്ദച്ചായൻ്റെ അന്തരാളത്തിൽ നിന്നും തലച്ചോറിലെ പ്ലൂട്ടോമാക്സിലേക്ക് ബോംബ്ലാസ്റ്റിക് ഇൻഡെമിനിറ്റിയുടെ ഒരു പ്രവാഹം ഉണ്ടായത്. ഉടനെ തന്നെ ഞങ്ങൾ അടുത്തുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അച്ചായനെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞ വിവരം കേട്ട് ഞങ്ങൾ ഞെട്ടി. മെസൊപ്പൊട്ടാമിക് ഡിപ്ലോമസി സിൻഡ്രം ഓഫ് ദി ഡ്യൂപ്ലിക്കേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ഞെട്ടലായിരുന്നു എനിക്കും അപ്പോഴുണ്ടായത്. 1,44,421 പേരിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു റെയർ ഡിസീസായിരുന്നു നമ്മുടെ അച്ചായനുണ്ടായിരുന്നത്. എന്തിനേറെ പറയുന്നു, ഇന്നലെ രാത്രി 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡുമായപ്പോൾ കാലത്തിൻ്റെ കറുത്ത യവനികയ്ക്കുള്ളിലേക്ക് നമ്മുടെ പ്രിയ ആനന്ദച്ചായൻ കടന്നുപോയി. നമ്മുടെ പ്രിയ ആനന്ദേട്ടനെ ഓർക്കുമ്പോൾ കിടക്കണ കിടപ്പ് കണ്ട എത്ര മധുരിക്കുന്ന ഓർമ്മകളാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ കോക്കണഞ്ചേരി അസംബ്ലി, കൊഴിഞ്ഞാമ്പാറ കോക്കണഞ്ചേരി അസംബ്ലിക്ക് വേണ്ടി വെറും 1 കോടി രൂപയുടെ ഒരു സഹായത്തിന് വേണ്ടി ഞാൻ തന്നെ ചെന്ന് കണ്ടപ്പോൾ ഒരു ദാക്ഷിണ്യം കൂടാതെ ഒരു ചെക്ക് എഴുതി ആ 1 കോടി രൂപ എഴുതി തന്ന അത്ര മഹാമനസ്കനായ, ഉദാരമതിയായ, സ്നേഹശീലനായ, കണ്ണിലുണ്ണിയായ, നാട്ടുകാരുടെ പ്രിയങ്കരനായ ആനന്ദച്ചായൻ. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വാക്കുകൾ പോരാ. ഇത്രയും നേരം കൊണ്ട് പറഞ്ഞാൽ പോരാത്ത അത്രയധികം കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. എന്നാൽ എനിക്ക് പിന്നാലെ വരുന്നവർ, കാതങ്ങൾ താണ്ടി അനേക രാജ്യങ്ങൾ താണ്ടി വന്നവരൊക്കെയും ഇവിടെ ഉണ്ട്. അവരൊക്കെയും ഈ സമയം അനുസ്മരണം പറയാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇപ്പോൾ അനുസ്മരണം പറയുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ചക്കിട്ടപ്പറമ്പിൽ ചന്ദ്രൻ ഫ്രം ഛത്തീസ്ഗഡ്. താൻ അച്ചായനെക്കുറിച്ചുള്ള ഓർമ്മകൾ, മധുരിക്കുന്ന ഓർമ്മകൾ നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. പ്രിയ, ഈ ചച്ചായനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തിങ്ങി വിങ്ങുകയാണ്. എന്നാൽ സമയത്തിന് കുറവ് മൂലം പറയാനൊന്നും നിർവാഹമില്ലല്ലോ. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ ചെന്നൊരു വീടിന് വേണ്ടി കണ്ണു ചോദിച്ചപ്പോൾ ചുമ്മാ പിടിച്ചു കളിക്കടോ, ഞാൻ എനിക്കറിയാം, നിർത്താൻ അറിയാം, കുഴപ്പമില്ല. ഞാൻ ചെന്ന് കണ്ടപ്പോൾ ഒരു മടിയും കൂടാതെ തന്ന ഒരു അച്ചായനാണ് ഈ കിടക്കുന്ന കിടപ്പ്. ഒരുപാട് പറയുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല. നന്ദി.
അടുത്തതായിട്ട് അനുസ്മരണം പറയുവാനായിട്ട് വന്നിരിക്കുന്നത് മാക്രിമുക്കിൽ നിന്നും പ്രിയ മഹേഷാണ്. മഹേഷ് ഇവിടുത്തെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ അച്ചായനുമായിട്ടുള്ള ആ ഹൃദ്യമായ ബന്ധം സൂക്ഷിക്കുന്ന പ്രിയ മാക്രിമുക്ക് മഹേഷ് ഇപ്പോൾ നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, അധികമായൊന്നും പറയാനില്ല. നമ്മുടെ ആനന്ദം സ്റ്റൈലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദീർഘമായൊന്നും പറയാനില്ല. എന്നാലും നമ്മുടെ അച്ചായൻ്റെ ആ അതിഥി സൽക്കാരം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ഏതൊരു കാര്യത്തിനും ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. രണ്ടാഴ്ച വിസിറ്റിന് വരുന്ന സഹോദരർക്ക് പോലും 1 മാസത്തെ താമസം റെഡിയാക്കിയിട്ടാണ് അച്ചായൻ ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നത്. അതുകൊണ്ട് ആ നിലയിൽ സമയമില്ലാത്തതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. അനുസ്മരണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചില അനുസ്മരണങ്ങൾ വിദേശത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തുർക്കിയിൽ നിന്നും വർക്കി, ജപ്പാനിൽ നിന്നും രാജപ്പൻ, ഗ്രീസിൽ നിന്നും ഗ്രേസി. ഇവർ തങ്ങളുടെ സന്തോഷവും സങ്കടവും പ്രത്യാശയും സ്നേഹവുമെല്ലാം ഈ സമയത്ത് അറിയിക്കുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അനുസ്മരണം കേൾക്കുവാനായിട്ടുള്ളത് ന്യൂസിലൻഡിലെ സൗത്ത് ഓസ്ട്രേലിയയിൽ നിന്നും ഷിക്കാഗോയിൽ ജോലി ചെയ്യുന്ന വാഷിങ്ടൺ പാപ്പിറസ് ഫ്രം യുഗോസ്ലാവിയ. അദ്ദേഹത്തിന് ശരിക്കുള്ള ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് DHL കയറിയാണ് വന്നത്. അങ്ങനെ ക്ഷേമത്തോടെ ഇവിടെ ഇന്ന് എത്തിയത് തന്നെ ഒരു അത്ഭുതമായിട്ടിരിക്കുന്നു. താൻ വളരെയധികം ഒരു സെൻസിറ്റീവായിട്ടുള്ള മനുഷ്യനാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. തന്നെ ഇപ്പോൾ 2 വാക്ക് പറയുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. ഓവർ ടു യു പാപ്പി. Ladies and gentlemen, it's my great joy to be here, to be with this brother over here. He's an intelligent creature, a man of words, the man whom gravity has forgotten, a man of love, joy, peace, patience, kindness, goodness, faithfulness, gentleness, and self-control, a man who's jacked, ripped, absolute unit. Look at him. When I look at him, I see him as the strength of a lion, a speed of a cheetah, a smile of a crocodile, a beauty of a peacock, a vision of an eagle. There's no part of flu, sinasini, hilipification in him. What a great man he is. I've contacted my friend Musk Melon to take and do scientific research on his brain. We should study and have a great joy in it. ഓവറാക്കല്ലേ My friend. പൈസ കിട്ടും. This Anandam here, which is my Anandam, which is all your Anandam, went to a very big Anandam place, became a unified and never find Anandam. My deep condolences to him and his family. Cash ready? ക്യാഷ് തരാം പ്ലീസ്. അടുത്തത് കൂട്ടക്കരച്ചിലിനുള്ള സമയമാണ്. കൂട്ടക്കരച്ചിലിന് തയ്യാറായിട്ട് വന്നിട്ടുള്ളവർ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആ സമയത്ത് മതി. അത്രയും വേണ്ട. നമുക്ക് അതിനുള്ള കാശ് തരുന്നുള്ളൂ. ഓക്കെ, തൽക്കാലം അവിടെ ഇരുന്നിട്ട് സങ്കടം കാണിച്ചാൽ മതി കേട്ടോ. അതിനുള്ള പൈസയെ തരുള്ളൂ. അതേ ഉള്ളൂ. കൂട്ടക്കരച്ചിൽ കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് ഒരു സമൂഹ ഗാനം കേൾക്കാം. പ്രിയ ആനന്ദേട്ടൻ്റെ മക്കളും കൊച്ചുമക്കളും കുഞ്ഞമ്മയുടെ മക്കളും ഒക്കെ ചേർന്ന് ഒരു ഗ്രൂപ്പ് സോങ് നമുക്ക് ഇപ്പോൾ കേൾക്കാനുള്ള സാവകാശമുണ്ട്. ഗ്രൂപ്പ് സോങ്. ഓക്കെ, മതി. ഇനി നമുക്ക് ഫോട്ടോ സെഷനാണ്. ഫോട്ടോ സെഷൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. ഗ്രൂപ്പ് ഫോട്ടോ, സെൽഫി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഇതിലുണ്ടായിരിക്കും. സെൽഫി എടുക്കാവുന്നവർക്ക് അതിനുള്ള സമയമുണ്ട്. എല്ലാവരും തിരക്ക് കൂട്ടരുത്. ആരും തിരക്ക് കൂട്ടരുത്. എൻ്റെ
എവിടെയൊക്കെ നോക്കണേ? സമയമേറെ മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് സന്ദേശത്തിനുള്ള സമയം നമുക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ ഹാസ്യമായിട്ട് കണ്ട കാര്യങ്ങളാണ്. എന്നാൽ നാം പലപ്പോഴും ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളുമാണ് ഇവിടെ ഒരു ഹാസ്യമായിട്ട് അവതരിപ്പിച്ചത്. നമുക്കറിയാം, ആനന്ദൻ്റെ ജീവിതത്തിൽ വലിയ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ചു, കൊടുക്കുന്നതിനെക്കുറിച്ച്, വീട്ടിലെ അതിഥി സൽക്കാരത്തെക്കുറിച്ച്. എന്നാൽ വന്ന് ചോദിച്ച ഒരു മനുഷ്യന് പോലും ഒരു പൈസ പോലും കൊടുത്തില്ല. എന്നാൽ മരിച്ചു കിടന്ന സമയത്ത് അവനെ വാനോളം പുകഴ്ത്തി, അവൻ ചെയ്യാത്ത പല കാര്യങ്ങളും അവൻ ചെയ്തതായിട്ട് പറഞ്ഞാണ് അവനെ യാത്ര വിട്ടത്. നമ്മുടെ ബ്രദറൻ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നടക്കുന്ന വലിയൊരു കാഴ്ചയാണ് ഇത്. അതുകൂടാതെ നാം പറയുമ്പോൾ പറയും, നമ്മളുടെ ഭവനം ഇവിടെയല്ല, നാം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് അത്യുത്തമം എന്ന് പറയും. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും പരിശ്രമം ചെയ്ത് ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യാതെ കടന്നു പോകുമ്പോൾ പറയുന്ന ഒരു വേദവാക്യമുണ്ട്: ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം. ഇതൊക്കെ അർത്ഥവത്തായി ചിന്തിച്ചാൽ അങ്ങനെയുള്ളവർക്കാണോ ഈ നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാത്ത നന്മകളെക്കുറിച്ചാണ് മുഴുവൻ വിളിച്ചു കൂടിയത്. ഇനിയും നമുക്ക് കുറച്ചും കൂടെ കടന്നു ചിന്തിച്ചാൽ, പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുന്നത് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. അതായിരുന്നു പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊരു ആൾക്ക് ഒരു ഉപകാരം ചെയ്താൽ പോലും മറ്റൊരു വ്യക്തി അറിയാതെ കൊടുക്കണം എന്നുള്ളതാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതോ കാട്ടിൽ കിടന്ന, അമേരിക്കയിൽ കിടന്നവനെ വിളിച്ച് വഴിയിലൂടെ പോയപ്പോൾ അവനെ വിളിച്ച് അവനോട് അനുസ്മരണം പറയിപ്പിക്കുന്ന, ഒരു ബന്ധവും ഉണ്ടാകില്ല, അവനെ കൊണ്ട് പോലും പണം കൊടുത്ത് അനുസ്മരണം പറയിപ്പിക്കുന്ന, നല്ലത് പറയിപ്പിക്കുന്ന ഒരു സ്വഭാവം. ഇനിയും ഇതും കഴിഞ്ഞാൽ നമുക്കറിയാം, പലയിടത്തും നിങ്ങൾ ചെല്ലുമ്പോൾ ഇനിയുമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. അവൻ ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ സ്വന്തം സഹോദരന് അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർക്ക്, അയൽവക്കക്കാർക്ക് എന്തെങ്കിലും 10 പൈസയുടെ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയും. പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മളുടെ സഹജീവികൾക്ക് നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കുക, അരവയറുള്ളവന് അവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ഇതെല്ലാം നാം ചെയ്യേണ്ട കടപ്പാടാണ്. ഇതിനൊക്കെ നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടും എന്നാണ് പറയുന്നത്. കിട്ടുമായിരിക്കാം. പക്ഷേ ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള പരമപ്രധാനമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ഇത് നമ്മുടെ കടമയായിട്ട് നാം കാണണം. ഇത് പരസ്പരം ചെയ്യുന്ന കാര്യങ്ങൾ നാം വിളിച്ചു പറയലല്ല നമ്മളുടെ അനുസ്മരണത്തിൽ. അവസാനം നാം കേട്ടു, ദൈവവചനത്തിന് ഇന്ന് സമയമില്ല, അത് നമുക്ക് വേണ്ട എന്ന് വെച്ചു. പലയിടത്തും നിങ്ങൾ കേട്ട് കാണും, ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് അവസാനം 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് അത് മതി എന്ന് പറഞ്ഞ് ചുരുക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ട്. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്കിറ്റ് നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുകയാണ്. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ബ്രദർ വിനോജ് ആൻഡ് ടീം. വളരെ മനോഹരമായ ഒരു സ്കിറ്റ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. നന്ദി അർപ്പിക്കുന്നു. 15 മിനിറ്റ് കൊടുത്തെടുത്ത് 45 മിനിറ്റ് എടുത്തതിനുള്ള പ്രത്യേക നന്ദിയും അറിയിച്ചുകൊള്ളുന്നു.